Lenus Bonsai ഡെസ്റ്റിനേഷന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ബോൺസായി ആണ്. ബോൺസായി വിത്ത് പെഞ്ച്, ഒരു ലാൻഡ്സ്കേപ്പ്, 2 പ്ലാന്റ്, ഓരോ റോക്കിൽ ഓൾറെഡി പിടിച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അത് നേരത്തെ ചെയ്താണ്. അത് അതിന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു വലിയ പോട്ടിലോട്ട് വെച്ച് അതിനൊരു ലാൻഡ്സ്കേപ്പ് കൊടുത്ത് വേറൊരു പ്ലാന്റ് കൂടി അറ്റാച്ച് ചെയ്ത് റോക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഭംഗിയാക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തിരി പ്രോസസ്സൊക്കെ ഉണ്ട്. ഇത്തിരി അധികം പ്ലാനിങ് ഒക്കെ ഉള്ള വീഡിയോ ആണ്. ഇത്തിരി ലെങ്തി വീഡിയോ ആണ്. ആദ്യമേ ഇത് ക്രോപ്പ് ചെയ്ത് ഇത് ഷേപ്പാക്കി ഇത് നല്ല വിസിബിൾ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അല്പം ഹൈറ്റിൽ വിസിബിൾ ആക്കി കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്ത് വെക്കണം. എന്നുവെച്ചാൽ വെക്കുന്ന ഒരു അഡ്ജസ്റ്റന്റ് പ്ലാന്റുമായിട്ട് മർജ് ചെയ്യുന്ന വിധത്തിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് സൈഡൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കാം. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റോക്കുമായിട്ട് നല്ലപോലെ മർജ് ചെയ്തേക്കണേ. അപ്പൊ റോക്കിന്റെ പിന്നെ വിസിബിലിറ്റി നശിപ്പിക്കുന്ന എല്ലാ ബ്രാഞ്ചസുകളൊക്കെ എടുത്തു കളഞ്ഞ് ഇത് ഓവറോൾ ഒരു ഷേപ്പ് കൊടുത്ത് റാമിഫിക്കേഷൻ ഭംഗിയാക്കണേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും വലിയൊരു 3 അടിയുടെ ഒരു വലിയൊരു പോട്ടാണിത്. ഇതൊരു ലാൻഡ്സ്കേപ്പിന് പറ്റിയൊരു പോട്ടാണ്. അതിലോട്ട് പ്ലേസ് ചെയ്യുന്നത്. അൺവാണ്ടഡ് ഏരിയൽ കോഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ബ്രാഞ്ചൊക്കെ സെലക്ട് ചെയ്ത് ബ്രാഞ്ച് വിസിബിൾ ആക്കി ടോട്ടലി ഇതൊരു നല്ലൊരു ഷേപ്പാക്കി ഇനി നമ്മൾ വലിയ പോട്ടിലോട്ട് പ്ലേസ് ചെയ്യാൻ പോയി. അപ്പോൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇത്തിരി താന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ റോക്കോട് കൂടി ഇത് അല്പം കൂടി പൊക്കണമെന്നുണ്ട്. പൊക്കാൻ വേണ്ടി ഈ ഇങ്ങനെയുള്ള പോട്ടിൽ അധികം വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു തെർമോക്കോളിന്റെ പീസ് വെച്ചിട്ട് അതിൽ പോട്ടിംഗ് സ്റ്റാൻഡ് ഫില്ല് ചെയ്തിട്ട് അതിന്റെ പുറത്തോട്ട് ഇത് പ്ലേസ് ചെയ്യാൻ പോയി.
നമ്മൾ ഇത് അല്പം ഹൈറ്റ് കൂട്ടി പ്ലേസ് ചെയ്തു. ഇനി നമ്മളടുത്ത് ഒരു പ്ലാന്റ് കൂടി ഇതുമായിട്ട് മെർജ് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പ് ശരിയാക്കാൻ വേണ്ടി നോക്കണം. അത് എങ്ങനെ വരുമെന്ന് നോക്കാം. അത് വെച്ച് നോക്കിയിട്ട് അതിന്റെ സൈസ് വൈസ് ഇതിന്റെ ടോട്ടല് മെഷർമെന്റുമായിട്ട് ഇത് ഇണങ്ങി വരികയാണെങ്കിൽ മാത്രമേ അത് വെക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു പ്ലാന്റ് ഒരു ഫൈക്കസ് ഇതിന്റെ സെയിം തന്നെ ഫൈക്കസ് സ്റ്റാക്കിനിഫോളിയ വേറൊരു ചെറിയ പീസ് പ്ലേസ് ചെയ്യാൻ വരും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ റോക്കിൽ മർജ് ചെയ്തിരുന്ന ഫൈക്കസ് സ്റ്റാക്കിനിഫോളിയ ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്തു. വലിയൊരു പോട്ട് 3 അടിയുടെ വലിയൊരു ഷാലോ പോട്ടിലോട്ട് മാറ്റി പൊസിഷൻ ചെയ്തു. ഒരു മിനിയേച്ചർ ബോൺസായി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തു. ഒരു ബുദ്ധനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പെൻജിൻ സ്റ്റൈലിന്റെ ഏകദേശം ഒരു രൂപം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ലെനസ് ബോൺസൈ ട്രീ.